السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. العاقبة للمتقين. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد. സമാദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം അവൻ്റെ അടുക്കൽ ഖബൂലിയത്തുള്ളതായി സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിഷയാസ്പദമായി കൊണ്ട് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അയൽവാസി ബന്ധം എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഈ അയൽവാസി ബന്ധം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അയൽവാസികൾ എന്ന് പറയുമ്പോൾ, പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുകയാണ് അയൽവാസികൾ 3 രീതിയിലുണ്ട്. അതിലൊന്നാമത്തതാണ് മുസ്ലിമായ കുടുംബക്കാരായ അയൽവാസികൾ, രണ്ടാമത്തത് മുസ്ലിമീങ്ങളായ അയൽവാസികൾ, മൂന്നാമത്തതായി മഹാന്മാര് പറയുന്നത് അമുസ്ലിമീങ്ങളായ അയൽവാസികൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അയൽവാസികളോട് നമുക്കൊരുപാട് കടപ്പാടുകളുണ്ട്. ഏത് രൂപത്തിലുള്ള കടപ്പാടുകളാണ്? അയൽവാസികൾ ഞങ്ങളോട് എന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ചാൽ ആ സഹായം ചെയ്തു കൊടുക്കുന്നവരാകണം. അയൽവാസികൾ ഞങ്ങളോട് കടം ചോദിച്ചാൽ കടം കൊടുക്കണോ? അയൽവാസികൾ രോഗികളായാൽ അവരെ പോയി കാണണോ? അയൽവാസികൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി എത്തിയാൽ അവരെ ആശ്വസിപ്പിക്കാൻ നാം ഉണ്ടാകണം. അതില്ലെങ്കിൽ അയൽവാസികളുടെ ഖൈറിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണോ? അയൽവാസിന്റെ വളർച്ചയാണ് നമ്മുടെ സന്തോഷം എന്ന രീതിയിൽ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ എന്നോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, അടുത്ത കുടുംബക്കാരായ അയൽവാസികൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. അടുത്ത കുടുംബക്കാരായ അയൽവാസികൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. അല്ലാഹുവിന്റെ ഖുർആൻ എന്നോട് പറയുമ്പോ തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. വൽജാരിൽ ജുനുബ് എന്ന് പറഞ്ഞാൽ വിദൂരമുള്ള അയൽവാസികളായാലും നിങ്ങൾ ഗുണം ചെയ്യണേ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഹബീബായ തങ്ങൾ 3 വട്ടം ശപഥം ചെയ്ത് പറഞ്ഞതായി കാണാം. വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹു ആണ് സത്യം, അവന് പരിപൂർണമായ മുഅ്മിനായിട്ടില്ല. ഖീല നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, മയ്യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അങ്ങ് പറഞ്ഞ വിഭാഗമേതാണ്? അങ്ങ് പറഞ്ഞ വിഭാഗമേതാണെന്ന് സ്വഹാബാക്കൾ ഹബീബായ തങ്ങളോട് ചോദിക്കുമ്പോ, അല്ലദീ ലാ യുഅ്മിനു ജാറുഹു ബിവാഹിഖുഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ? എന്റെ ശല്യത്തിൽ നിന്ന് അയൽവാസി മുക്തരാണോ? എന്റെ നാവിൽ നിന്ന് അയൽവാസി മുക്തരാണോ? എന്നാൽ അവൻ പരിപൂർണ്ണ മുസ്ലിമാണെന്ന്, പരിപൂർണ്ണ മുഅ്മിനാണെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തീർന്നിട്ടില്ല, ഹബീബായ തങ്ങൾ വീണ്ടും പറയുകയാണ്, ഹഖ്ഖുൽ ജാർ, ഹഖ്ഖുൽ ജാർ. എന്താണ് മുഅ്മിനീങ്ങളെ? അയൽവാസികൾക്ക് അത്രയും വില കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. എന്താണെന്നറിയുമോ? അയൽവാസികൾക്ക് അയൽവാസികളുടെ വീടിന്റെ കാറ്റിന് പോലും ഉപദ്രവമാകുന്ന രൂപത്തിൽ നമ്മുടെ സ്വന്തം വീട് പോലും ഉയർത്തിക്കെട്ടാൻ പരിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവാദം തന്നിട്ടില്ല. അതാണ് പ്രിയപ്പെട്ടവരെ, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഹബീബായ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു സ്ത്രീയുണ്ട് നബിയെ, അവൾ ഏറ്റവും കൂടുതൽ ഇബാദത്ത് എടുക്കുന്ന സ്ത്രീയാണ്. റമദാൻ അല്ലെങ്കിലും ഒരുപാട് നോമ്പ് നോക്കുന്ന സ്ത്രീയാണ്. പക്ഷേ ഒരുപാട് ഇബാദത്ത് എടുത്തിട്ടും ഹബീബായ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുകയാണ്, അവളെ നാവ് അത് അയൽവാസികൾക്ക് ശർറാണ് നബിയേ.
അയൽവാസികളെ എന്നും ദൈവത്ത് പറയുന്ന അയൽവാസികളെ എന്നും ഉപദ്രവിക്കുന്ന നാവാണ് നബിയെ എന്ന് പറയുമ്പോ ഹബീബായ തങ്ങൾ പറയുന്നു അവൾ നരകത്തിലാണ് കേട്ടോ. ഹബീബായ തങ്ങൾ പറയുകയാണ് മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ടവരെ, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. ഹബീബായ തങ്ങൾ പറഞ്ഞതെന്താണ്? അല്ലാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വസിക്കുന്ന ആളുണ്ടെങ്കിൽ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുണ്ടെങ്കിൽ അയൽവാസികൾക്ക് ഗുണം ചെയ്യട്ടെ. അതാണ് പ്രിയപ്പെട്ടവരെ, അയൽവാസി കാഫിറാണെങ്കിലും അവനെ നീ സഹായിക്കണേ എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞത്? നിന്റെ അയൽവാസിക്ക് അല്ലാഹുവിന്റെ ഹക്ക് കൊണ്ടുള്ള വസിയത്താണ് എന്ത്? അയൽവാസിയെ നീ വഞ്ചിക്കണ്ട, അയൽവാസിയെ നീ ഉപദ്രവിക്കണ്ട. അത്രയും ഏറ്റവും വലിയ മഹത്വം പറഞ്ഞവരാണല്ലോ അയൽവാസികൾ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അയൽവാസിയുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണോ? അയൽവാസിയുടെ വളർച്ച കണ്ടിട്ട് നമുക്കും സന്തോഷിക്കാൻ കഴിയണം. അയൽവാസിയെ ഉപദ്രവിക്കണ്ട, മനസ്സൊന്ന് നന്നാക്കിയിട്ട് ജീവിതമൊന്ന് ശുദ്ധിയാക്കിയിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞ് കാണിച്ചു തന്ന ജീവിതത്തിൽ മുന്നേറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.